ബത്തേരി ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതലയാണ്. അന്വേഷണം നോക്കിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ആത്മഹത്യയുമാണ്. ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴിയെടുത്തു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ വിമർശനം. വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നിയത് പറയുന്ന G സുധാകരനെ നിയന്ത്രിക്കണം എന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതല്ല, ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധമാണ് പ്രശ്നമെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് നേതാക്കളെ ഊന്നിയുള്ള പ്രതിനിധികളുടെ വിമർശനം? ഹഷ്മി, നമുക്കറിയാമല്ലോ CPIM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ, പാർട്ടി സമ്മേളനങ്ങൾ അത് കീഴ്ഘടകം മുതൽ മേൽഘടകം വരെ പൂർത്തിയാകുമ്പോൾ നേതാക്കൾക്ക് വിമർശനങ്ങൾ പതിവാണ്. പക്ഷേ മുതിർന്ന നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രതിനിധി സഖാക്കൾ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിമർശനം വന്നിരിക്കുന്നത് ഈ പറയുന്ന G സുധാകരനാണ്. വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി വായിൽ തോന്നിയത് പറയുന്ന G സുധാകരനെ നിയന്ത്രിക്കണമെന്നാണ്. 20 പേരൂരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 20 പേരൂർ ഏരിയ കമ്മിറ്റി കീഴിലെ പ്രതിനിധികൾ വിമർശിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ CPIM-കാരനാണെങ്കിൽ ലോക്കപ്പും BJP-കാരനാണെങ്കിൽ തലോടലും ഉറപ്പാണ്. അതായത് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിലും ലോക്കപ്പിൽ അല്ലെങ്കിൽ പോലീസിൽ BJP-കാർക്ക് കടുത്ത പിടി ഉണ്ട് എന്ന് പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വിമർശനം വന്നിരിക്കുന്നു. ഇത് കൂടാതെയാണ് EP ജയരാജനെതിരെ രൂക്ഷമായ വിമർശനം. പ്രകാശ് ജാവദേക്കറെ കണ്ടതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പരസ്പരം വന്ന് കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാർ അത് സമൂഹത്തിൽ വെറുക്കപ്പെട്ടയാളാണ്. എന്തടിസ്ഥാനത്തിലാണ് ദല്ലാൽ നന്ദകുമാറിനെ EP ജയരാജൻ കണ്ടത്? എന്നിട്ടും പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചു എന്ന് 20 പേരൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികൾ ചോദിച്ചിരിക്കുന്നു. ഇത് കൂടാതെയാണ് സംഘടനാപരമായ ചില കാര്യങ്ങളിലും വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. തുടർച്ചയായ പിരിവുകൾ കാരണം ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം വലിയ സാമ്പത്തിക ബാധ്യതയിലാണ്. ഓൺലൈൻ ചാനലുകളെ പിന്തുണയ്ക്കുന്ന പാർട്ടി നയം മാറണം, ഇവരുടെ വിചാരണകൾ അതിരുവിടുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വിമർശനം വന്നിരിക്കുന്നത്. BJP-യിൽ നിന്ന് പാർട്ടിയിലേക്ക് നിരവധി ആളുകൾ വരുന്നുണ്ട്. പശ്ചാത്തലം പരിശോധിച്ചു മാത്രമേ ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാവൂ. പിന്നീട് സംഘർഷമുണ്ടാകരുത്. പത്തനംതിട്ട ജില്ലയിലടക്കം കാപ്പ കേസ് പ്രതികളും ഇന്നലെ അടക്കം BJP-യിൽ നിന്ന് നിരവധി ആളുകൾ CPIM-ലേക്ക് വന്നിരുന്നു. അവരെയൊക്കെ രക്തഹാരം അണിയിച്ച ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ രാജു അബ്രഹാമും ഒക്കെ സ്വീകരിച്ചിരുന്നു. ഇതിനെയാണ് വിമർശിച്ചിരിക്കുന്നത്. ഏകപക്ഷീയമായി ആളെ ചേർക്കുന്ന പാർട്ടിയായി ഈ പാർട്ടിയെ മാറ്റാൻ പറ്റില്ല, ഇതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പ്രതിനിധികൾ വിമർശിച്ചിരിക്കുന്നു. എന്തായാലും 1 മണിക്കൂറിനകം തന്നെ ഈ പൊതുചർച്ച അവസാനിക്കും. ആദ്യഘട്ടത്തിൽ ഉദയഭാനു മറുപടി പറയും. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയും. ആ ഒരു മറുപടിക്ക് വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ സെക്രട്ടറി സംബന്ധിച്ചുള്ള ചർച്ചകളിൽ അദ്ദേഹവും ഉണ്ടാകും. നാളെ സമ്മേളനം പുതിയ സെക്രട്ടറിയെ, ഉദയഭാനു 3 ടേം പൂർത്തിയാവുകയാണ്, അദ്ദേഹത്തെ മാറ്റി പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത് സമ്മേളനം അവസാനിക്കും കോന്നിയിൽ. ശ്രീകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി.